കേരള അതിർത്തിയായ കളിയിക്കാവിളിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കരമന സ്വദേശി ദീപുവിന്റെ മൃതദേഹമാണ് കാറിനുള്ളിൽ കണ്ടെത്തിയത്. തമിഴ്നാട് പോലീസാറിന്റെ പട്രോളിങ്ങിനിടെ മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി ആകാശ് ചേരുകയാണ്. ആകാശ്, എപ്പോഴായിരുന്നു സംഭവം? പരിശോധന പോലീസിന്റെ അന്വേഷണം ഒരു തരത്തിലാണ്. അതെ കെ.പി, സംഭവം ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് സംഭവം പുറത്തറിയുന്നത്. തമിഴ്നാട് പോലീസിന്റെ തമിഴ്നാട് പോലീസിന്റെ പട്രോളിങ്ങിനിടെയാണ് അസ്വാഭാവികമായ നിലയിൽ കാർ ദേശീയപാതയിൽ തിരുവനന്തപുരം കളിയിക്കവള ദേശീയപാതയിൽ കാർ നിൽക്കുന്നത് കണ്ടിട്ട് അന്വേഷണം നടത്തിയപ്പോഴാണ് തമിഴ്നാട് പോലീസ് വിഷയം മനസ്സിലാക്കുന്നത്. വിഷയം മനസ്സിലാക്കിയ ഉടൻ തന്നെ നോക്കുമ്പോൾ കരമന സ്വദേശിയായ ദീപു ആണ് മരിച്ചിരിക്കുന്നത്. കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ഡീറ്റെയിൽസ്, ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും തുടങ്ങിയ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് കരമന സ്വദേശിയായ ദീപു 45 വയസ്സോളം പ്രായമുള്ള ദീപുവാണ് മരിച്ചത് എന്ന് അറിയുന്നത്. തുടർന്ന് ഇപ്പോൾ മൃതദേഹം തമിഴ്നാടിന്റെ മെഡിക്കൽ കോളേജ് ആശാരിപ്പള്ളത്തിലേക്ക്, നാഗർകോവിലുള്ള ആശാരിപ്പള്ളത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, തുടർന്ന് പരിസരങ്ങളിൽ CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുന്നുണ്ട്. അതേസമയം കാറിനുള്ളിൽ നിന്ന് എന്തെങ്കിലും മോഷണം നടന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലും പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. കെ.പി, പോലീസ് കേരള രജിസ്ട്രേഷനിലുള്ള കാറും മഹീന്ദ്രയുടെ XUV എന്ന വെള്ള നിറത്തിലുള്ള കാറാണ് കളിയിക്കവള തിരുവനന്തപുരം ദേശീയപാതയിൽ തമിഴ്നാട്. ആകാശാണ് വിശദാംശങ്ങൾ നൽകിയത്.